ഹായ്, ഇന്ന് സാരി സ്റ്റോറീസിൽ സാരി റോളിങ്ങിൻ്റെ സർവീസിൻ്റെ വിഷ്വൽസാണ്. ആദ്യം തന്നെ നമ്മൾ സാരിയുടെ പ്രൈസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, സാരി ഏതാ മെറ്റീരിയൽ എന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം സാരി നന്നായിട്ട് വിരിച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുന്നുണ്ട്. ലെങ്ത്ത് മീൻസ് അതിൻ്റെ വിഡ്ത്താണ് നോക്കുന്നത്. വിഡ്ത്ത് ഒരു 49 അല്ലെങ്കിൽ ഒരു 50 ഇഞ്ച് അടുത്തുണ്ട് നമ്മുടെ സാരി. അതിനുശേഷം അതിൽ നിവർത്തിയിട്ടിട്ട് എത്രത്തോളം ഫോൾഡിങ് മാർക്സ് ഉണ്ട്, ചുളികളുണ്ട്, അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതിനുശേഷം സാരിയിലുള്ള സിൽക്ക് മാർക്കും അതുപോലെ തന്നെ സാരിയുടെ പ്രൈസ് ടാഗൊക്കെ നമ്മൾ ഊരി മാറ്റുന്നുണ്ട്. ഇത് അതിൻ്റെ സിൽക്ക് കെയർ ആണ്. സാരി എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ തന്നെ ഹീറ്റ് എത്രത്തോളം സാരിക്ക് കൊടുക്കണം എന്നും പ്രത്യേകം ഉണ്ടാവും. ഇത് പോത്തീസിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു സാരിയാണ്. അപ്പോൾ ഈ സാരിയിൽ വോൾ സാരിയിൽ ഡിസൈൻസ് ഇല്ല. ഇത് കൈനെയ്ത്ത് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്, ഒരു സ്പെഷ്യൽ സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ സാരിയിൽ ബോഡിയിൽ അവിടെ ഇവിടെ ആയിട്ടാണ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത്. അതും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാരി വിരിച്ചിട്ടിട്ട് സാരിയുടെ ഫസ്റ്റ് പോർഷൻ അയൺ ചെയ്ത് തുടങ്ങുകയാണ്. ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരിയുടെ പല്ലൂല് മാത്രമല്ല സ്റ്റാർട്ടിങ്ങിലും ടെസൽസ് ഉണ്ട്. സാധാരണ സാരിയിൽ പല്ലൂല് മാത്രമേ ടെസൽസ് ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ വരുന്ന ചില സാരികളിൽ ടെസൽസ് ഇതേപോലെ തന്നെ ഫസ്റ്റ് പോർഷൻ സാരിയുടെ ഫസ്റ്റ് നമ്മൾ ഉടുക്കുന്ന ഭാഗത്തും അതേപോലെ തന്നെ പല്ലൂലും ടെസൽസ് വരും. അപ്പം നമ്മൾ അയണിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം സാരിയിലെ ചുളികളൊക്കെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഫോൾഡിങ് മാർക്സ് ഫോക്കസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ സാരി ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, സാരിയിൽ ഒരു വിസിബിളായിട്ടുള്ള ഒരു ഫോൾഡിങ് മാർക്ക് ഉണ്ട്. ഇത് കുറച്ച് പിന്നിയ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് അയൺ ചെയ്തിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വിശ്വാസം സാരി റോൾ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ 100% സാരിയിലെ ഫോൾഡിങ് മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യും. ചുളികൾ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഫോൾഡിങ് മാർക്സ് അത് അത്രയും ഡീപ്പായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഒരു 90% അതിനെ ഇൻവിസിബിൾ ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഫോൾഡിങ് മാർക്ക് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ സാരി റോളിങ്ങിന് കൊടുക്കുന്നവർ അതൊന്ന് മനസ്സിലാക്കി വെക്കണം എപ്പോഴും. സാരി റോളിംഗ് എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ വരെയുള്ള പ്രോസസ്സാണ്. നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മുടെ കിട്ടിയ സാരിയിൽ നമുക്ക് അധികം ഫോൾഡിങ് മാർക്സ് ഒന്നും ഇല്ല, പക്ഷെങ്കിൽ നമുക്കൊരു 1 അവർ ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ തീരുമായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടുന്ന സാരികളൊക്കെ അത്യാവശ്യം ഫോൾഡിങ് മാർക്സ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് 1 അവർ കൂടുതൽ എടുക്കാറുണ്ട്. നമ്മൾ അത്രയും നീറ്റാക്കിയിട്ടാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇനി റോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സാരിയുടെ ഫസ്റ്റ് പോർഷനാണ് നമ്മൾ റോൾ ചെയ്ത് തുടങ്ങുന്നത്. അതിൻ്റെ ടെസൽസൊക്കെ നല്ല വൃത്തിക്ക് നമ്മളൊന്ന് കോംബ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സാരി റോളിങ് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ആദ്യം നൂല് വെച്ച് അത് സെക്യൂർ ചെയ്യാണ്, റോൾ ചെയ്തത് അഴിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് 2-3 സേഫ്റ്റി പിന്ന് കൊടുക്കുന്നുണ്ട്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചുറ്റുന്നത്, കവർ ചെയ്യുന്നത്. അതിനുശേഷം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സാരി റോളിൻ്റെ അറ്റത്ത് നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ച് ചുറ്റുന്നുണ്ട്. ഇത് ഉള്ളിലേക്ക് ഡസ്റ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ സാരി കവേഴ്സായിട്ട് അവൈലബിൾ ആണ്, അതായിട്ടും മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ സാരി സ്റ്റോറീസിൽ ഇത്രയേ ഉള്ളൂ.